മക്കളെ, ഇന്ന് നമുക്ക് ഡൽഹിയിലെ ബംഗ്ലാ സാഹിബ് ഗുരുദ്വാരയിലോട്ട് പോയാലോ? വാ. പോണെങ്കിൽ രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങണം. അവിടെയാണ് നല്ല ആംബിയൻസ് ഉള്ള മെട്രോ സ്റ്റേഷൻ ആട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഒരു എയർപോർട്ട് ആംബിയൻസ് ആണ് രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് നമ്മൾ ഗുരുദ്വാരയിൽ എത്തിയിട്ടാ. സിഖ് മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം ആട്ടോ ബംഗ്ലാ സാഹിബ് ഗുരുദ്വാര. 8ാമത്തെ സിഖ് ഗുരു ഹർകൃഷ്ണ സാഹിബ് ഇവിടെ വസിച്ചു എന്നാട്ടോ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ആട്ടോ ലങ്കർ. ലങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇടം കേട്ടോ. മതത്തിന്റെ ജാതിയുടെ വേർതിരിവില്ലാതെ എല്ലാവർക്കും തന്നെ ഇവിടെ ഭക്ഷണം കിട്ടും കേട്ടോ. ഗുരുദ്വാരയിൽ എത്തുമ്പോൾ കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കണം കേട്ടോ. തല മൂടണം, ചെരുപ്പുകൾ പുറത്തിടണം. നമ്മൾ ഹാളിൽ പ്രവേശിച്ചത് ശുദ്ധിയും ശാന്തതയും പാലിച്ചിട്ട് അവരുടെ മതത്തിന് പരിപൂർണമായും ബഹുമാനിച്ചിട്ടാട്ടോ. ഈ കാണുന്നതാട്ടോ സരോവർ. ഇവിടുത്തെ വെള്ളം യോഗശാന്തിക്ക് വളരെ അത്യുത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ശാന്തതയാണ് ലഭിക്കുന്നത്. കാണാനും വളരെ മനോഹരമാണ്. ഇത് ഹാളിന്റെ അകത്ത് മൊബൈൽ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അധികം നമ്മൾ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഹോളിയിലെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ അത്യാവശ്യം രാത്രിയായി തുടങ്ങി. രാത്രിയിലും ഇത് വളരെ ഭംഗിയാണുള്ളതാണ്. ഈ ബിൽഡിങ്ങിലാട്ടോ സൗജന്യമായി താമസ സൗകര്യം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെ കേട്ടോ ബംഗ്ലാ സാഹിബ് ഗുരുദ്വാര. ഇതൊരു ആരാധനാലയത്തിനുപരി ആത്മീയ അനുഭവം കൂടിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കനോട്ട് പ്ലേസിന്റെ അടുത്താണ് കേട്ടോ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം വരാ, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇവിടുത്തെ ഒരു ആംബിയൻസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.